മദ്യം കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു ലൈസൻസ് വാങ്ങിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ആരും കഴിക്കില്ല സൂപ്പർ മാർക്കറ്റിൽ. അവിടെ ഒരു പോർഷൻ മാറ്റി വെച്ചാൽ മതി, അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ. സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാറുകാരുടെ വയറ്റത്തടിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരും ബാറിൽ പിന്നെ പോകാത്തൊരവസ്ഥ വരും എന്നുള്ള ബാറുകാരുടെ ഒരു താല്പര്യം ഇവിടെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ വീടുകളിൽ കൊണ്ട് കൊടുത്താലും വീടുകളിൽ മറ്റേ ബാറിൽ ഒന്നുമില്ലെങ്കിലും കുപ്പി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകുമല്ലോ. ബാറിൽ മദ്യം മാത്രമല്ലല്ലോ, ആഹാരവും കൂടെ കൊടുക്കുന്നില്ലേ. അതായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രനിർമ്മാണമാണ് മദ്യത്തിലൂടെ നടപ്പാക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, എസ്പെഷ്യലി കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം മദ്യം, ലോട്ടറി, ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. പിന്നെ കുറച്ച് IT എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും സർക്കാരിന് നിത്യനിദാന ചെലവുകൾക്ക് പോലും 5 പൈസ ഇല്ലാതെ നട്ടം തിരിയുന്ന സർക്കാരിൻ്റെ മുന്നിൽ വർഷാവർഷം 500 കോടി രൂപയ്ക്കുള്ളൊരു സ്കോപ്പ് ഇങ്ങനെ ഒരു പ്രൊപ്പോസലായി വന്ന് നിൽക്കുമ്പോൾ, ഞാൻ പറയുന്നു നിൽക്കുമ്പോൾ, അംഗീകരിക്കുമോ?